ഹലോ, ഇതെൻ്റെ വലിയ അനിയത്തിയുടെ ഒരു ഷോർട്ട് ടോപ്പ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ചെറിയ അനിയത്തിക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഫസ്റ്റ് ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ബോഡി പാർട്ടിലെ ഈ നമ്മൾ തുന്നയിച്ചെടുക്കുമ്പോൾ ആ മടക്കൊക്കെ ഉണ്ടായില്ല, അതൊക്കെ ഒന്ന് അയൺ ചെയ്ത് നിവർത്തിയെടുക്കുക കേട്ടോ ഫസ്റ്റ് തന്നെ. പിന്നെ ഇതേപോലെ നമ്മൾ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. അപ്പം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പീസ് കിട്ടുമല്ലോ. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൽ നമുക്ക് വേണ്ട ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് നമ്മൾ ഷോൾഡറിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഷേപ്പ് ലെങ്ത് ഇല്ലേ, ആ ഷേപ്പ് വരുന്ന ഭാഗത്തുള്ള ലെങ്ത്ത് കൊടുക്കുക. പിന്നെ നമ്മളിത് ഈ ഞെറിവ് എവിടെ നിന്നാണോ വരുന്നത് ആ ഒരു ഭാഗം, അതാണ് വേസ്റ്റ് ലെങ്ത്ത്, അവിടുത്തെ ലെങ്ത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷോൾഡറിന് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യും. ഞാനൊരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു സ്ക്വയർ പോലെ വരച്ചു കൊടുക്കുക ആ ഒരു ഭാഗത്ത്. ചോക്കിൻ്റെ മാർക്കിങ് അത്രയ്ക്ക് നല്ലോണം കാണുന്നില്ല, പക്ഷേ നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ സാധാ ഡ്രസ്സ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ആം ഹോളിൻ്റെ ആ ഭാഗം വരുന്നില്ലേ നമ്മൾ നേരത്തെ കൊടുത്ത്, അവിടേക്ക് നമ്മൾ ചെസ്റ്റ് റൗണ്ടിനെ 4 മടക്കിയതിലേക്ക് 1 ഇഞ്ച് ലൂസിന് ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. ശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കുക. അതേപോലെ നമ്മൾ ഷേപ്പ് വരുന്ന ഭാഗത്തും പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന ആ വേസ്റ്റ് ഭാഗമല്ലേ അവിടെയും അളവ് കൊടുക്കുക. നമ്മൾ എത്രയാണോ അളവെടുത്തത് അതിൻ്റെ കൂടെ അതിൻ്റെ 1/4 കൂടെ 1 ഇഞ്ച് ലൂസിനും പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ ഈ താഴ് ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഷേപ്പായിട്ട് കൊടുക്കുക. ഏകദേശം ഞാനൊരു 1/4 ഇഞ്ച് വരെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ആം ഹോൾ കർവ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുക്കുക. പിന്നെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് ആ നെക്ക് വിഡ്ത്തിൽ നിന്ന് ഷോൾഡറിലേക്ക് 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് ചരിച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ കൈക്കുഴീൻ്റെ മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഭാഗത്തിൻ്റെ സെൻറ്റർ പോർഷൻ കാണുക. ആ സെൻറ്ററിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അതിനെ ഷേപ്പ് ചെയ്യുക. അതാണ് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി. അപ്പോൾ അതും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്ത് ആം ഹോളിൻ്റെ ഭാഗത്ത് നമ്മൾ തയ്യൽ തുമ്പ് ചേർത്തിട്ട് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഉള്ളിലെ ഒരു പീസ് ഇതേപോലെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലെ പീസിൽ നെക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. 2 പീസും സെപ്പറേറ്റ് ആയിട്ടാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഫ്രണ്ടിലെ പീസിൽ നമ്മൾ കൈക്കുഴിയൂടെ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിൻ്റ് അനുസരിച്ചിട്ട്. അപ്പോൾ കട്ടിങ് കഴിഞ്ഞപ്പോൾ സ്കേർട്ട് പാർട്ട് ഞാൻ അതേപോലെ തന്നെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ സ്ലീവ് ഇവളുടെ സ്ലീവിനനുസരിച്ചിട്ട് കുറച്ചൊന്ന് വീതി കുറച്ചിട്ടുണ്ട്, വീതി കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവളെ അളവിന് റെഡിയാക്കി എടുത്തതാണ്. പിന്നെ ബോഡി പാർട്ടിലേക്ക് നമ്മൾ കട്ട് ചെയ്ത 2 പീസ്, പിന്നെ അതിൻ്റെ നെക്ക് ഞാൻ ഫേസിങ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ 2 ലൈനിങ് പീസ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമ്മൾ ആ ലൈനിങ്ങിന് എടുത്തിട്ടുള്ള പീസിൻ്റെ മുകളിൽ നമ്മുടെ ക്ലോത്ത് വെച്ചിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് സൈഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയ കട്ടിങ് കൊടുക്കുക കേട്ടോ. ആ ഒരു സ്ക്വയർ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് വീഡിയോയിൽ നല്ലോണം കാണുന്നില്ല, അടുത്ത നെക്ക് ചെയ്യുമ്പോൾ ഞാനത് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. ശേഷം നമ്മൾ ഇതേപോലെ നിവർത്തുന്ന സമയത്ത് ഈ തയ്യൽ തുമ്പില്ലേ ഇത് ഫേസിങ്ങിന് നമ്മൾ എക്സ്ട്രാ കൊടുത്ത ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോകണം, നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് വരരുത്. ആ ഒരു തയ്യൽ തുമ്പ് ആ ഒരു രീതിക്ക് വേണം ഇത് പതിച്ചടിച്ചു കൊടുക്കാൻ കേട്ടോ. ഇതേപോലെ സൂചി കുത്തി പിടിച്ചിട്ട് നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ച് പതിച്ചടിച്ചു കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എക്സസ് ആയിട്ട് വരുന്ന ഫാബ്രിക്കൊക്കെ ലൈനിങ്ങിൻ്റെ അത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത നെക്ക് നമ്മൾ ഈ സെയിം നെക്ക് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, കുറച്ചൊരു ലെങ്ത്ത് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കേട്ടോ ആ നെക്കിന് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ കോണിൽ നമ്മൾ സ്റ്റിച്ചിന് തട്ടാത്ത രീതിയിൽ ചെറിയ കട്ടിങ്സ് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശേഷം നമ്മൾ മറിച്ചിട്ടിട്ട് പതിച്ചടിച്ചു കൊടുക്കുക നേരത്തെ കണ്ട പോലെ. ഇനി നമുക്ക് ഷോൾഡർ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് അടിഭാഗത്തുനിന്നും പുറം ഭാഗത്തുനിന്നും നോക്കിയാൽ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ബാക്ക് പീസിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ലൈനിങ് പീസില്ലേ അത് ഇതേപോലെ നിവർത്തിയിട്ട് അപ്പുറത്തെ ഭാഗത്തെ ലൈനിങ് പീസിനെ ചേർത്ത് വെക്കുക. വീഡിയോ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക. എന്നിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തയ്യൽ തുമ്പ് പുറകിലും ബാക്കിലും ഒന്നും കാണത്തില്ല.
പിന്നെ ഞാൻ ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടിയില്ലേ, ആ ഭാഗം ഫ്രണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സാധാ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ വിട്ട തയ്യൽ തുമ്പ് കറക്റ്റ് ആക്കിയിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ബോഡി പാർട്ട് സ്കേർട്ട് പാർട്ട് നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അത് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതിന് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ചെറിയൊരു ബോ കൂടെ ഇതിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.